ഹലോ അസ്സാം വലൈക്കും. ഞാൻ ബുഷ്ര റഷീദ്. ഇന്ന് ഞാൻ നല്ലൊരു സ്പാനിഷ് ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഫ്രൈഡ് മിൽക്ക്, പാല് ഉറപ്പിച്ചെടുത്തിട്ട് അതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണാം. അതുകൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ മിസ്സാവാതെ വരുന്നതായിരിക്കും. ഞാനൊരു പാൻ വെച്ച് അതിലൊരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 1/2 കപ്പ് പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കോൺഫ്ലവർ കലക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു കഷ്ണം പട്ടയും ചേർക്കുന്നുണ്ട്. ഇനി അത് തിളച്ച് വരുമ്പോഴേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ എടുത്ത് ഈ 1/2 കപ്പ് പാലിലേക്ക് മിക്സ് ചെയ്ത് വെക്കാം. ബൗളിൽ കുറച്ച് ബട്ടർ തേച്ച് വെക്കാം. നമുക്ക് ഈ പാല് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒഴിച്ച് തണുക്കാൻ വേണ്ടി വെക്കേണ്ടതാണ്. തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബൗളിൽ കുറച്ച് ബട്ടർ തേച്ച് വെക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി പറ്റും. പാല് തിളച്ച് വരുന്നുണ്ട്. കോൺഫ്ലവർ കലക്കിയത് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പം ഇതിൽ നിന്നും ആ കറുവപ്പട്ടയുടെ പീസ് എടുത്ത് മാറ്റുകയും ചെയ്യണം. അപ്പോൾ ഇതൊന്ന് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്, ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ബട്ടർ ഗ്രേസ് ചെയ്തിട്ടുള്ള ആ പാത്രത്തിലേക്ക്, ബൗളിലേക്ക് ഒഴിച്ച് ചൂടാറാൻ വെക്കാം. ചൂടാറി കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ, 1.5-2 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോഴേക്ക് ഇത് നല്ലവണ്ണം കട്ടിയായിട്ട് വരും. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഇതിന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പഞ്ചസാര പൊടിച്ചത് റെഡിയാക്കണം. അതിന് കുറച്ച് പഞ്ചസാരയും ഒരു കഷ്ണം കറുവപ്പട്ടയും എടുത്തൊന്ന് നല്ലവണ്ണം പൊടിച്ചെടുക്കുക. ഇത് ഫ്രൈ ചെയ്ത ഉടനെ ഇതിന് കോട്ട് ചെയ്യേണ്ടതാണ്. അപ്പം അത് ആദ്യമേ പൊടിച്ച് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ കുക്ക് ചെയ്ത മിൽക്ക് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയിടാം. ഒരു സൈഡിലെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കമിഴ്ത്തി എടുക്കാൻ വേണ്ടി പറ്റും. വേറെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി ഇതിനെ കുറച്ച് വലിപ്പമുള്ള സ്ക്വയർ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയും ഒരു മുട്ട ബീറ്റ് ചെയ്തതും കൂടെ വേണം. ഒരു സ്പൂണ് കൊണ്ട് ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ലവണ്ണം. ഇനി ഒരു ബൗളിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ച പീസുകൾ എല്ലാ വശവും നല്ലവണ്ണം മൈദ കോട്ട് ചെയ്തെടുക്കണം. കുറച്ച് പീസ് കോട്ട് ചെയ്തതിന് ശേഷം അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടാം. എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യാൻ ഇടേണ്ടത്. ഒരു പാന് വെച്ച് ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ എഗ്ഗിൽ ഡിപ്പ് ചെയ്ത പീസുകൾ ഫ്രൈ ചെയ്യാൻ ഇടാം. അത് ഫ്രൈ ആകുമ്പോഴേക്ക് ബാക്കിയുള്ളത് മൈദയിൽ കോട്ട് ചെയ്ത് വെക്കാം. പിന്നെ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് എഗ്ഗിൽ ഡിപ്പ് ചെയ്താൽ മതി. ഒരു ഭാഗം ഫ്രൈ ആകുമ്പം അടുത്ത വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം എല്ലാം ഏകദേശം ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഓരോന്നായിട്ട് കോരിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇനി ഈ ഫ്രൈഡ് മിൽക്ക് ആദ്യം പൊടിച്ചു വെച്ച പഞ്ചസാരയിൽ നല്ലവണ്ണം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യുന്ന വേറൊരു മെത്തേഡ് കൂടിയുണ്ട്. അതുകൂടെ ഞാൻ കാണിക്കാം. നമ്മുടെ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യുന്നത് പോലെയാണ്. എഗ്ഗിൽ ആദ്യം ഡിപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പം അതിൻ്റെ കോട്ടിങ് വരുന്നത് ബ്രെഡ് ക്രംസാണ്. മറ്റേതിൻ്റെ കോട്ടിങ് വരുന്നത് എഗ്ഗാണ്. ആദ്യം മൈദയിൽ ഡിപ്പ് ചെയ്ത് ഇത് കോട്ട് ചെയ്തിട്ടാണ് എഗ്ഗിൽ ഡിപ്പ് ചെയ്യുന്നത്. ഇത് എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുന്നത്. ഇത് ഏത് രീതിക്ക് വേണമെങ്കിലും ചെയ്യാം. ഇതാവുമ്പോൾ നമുക്ക് കോട്ട് ചെയ്ത് വെക്കാം. ഇത് കഴിക്കുന്ന നേരം ഒരു ലൈറ്റ് ചൂടോട് കൂടിയിട്ട് വേണം ഈ ഫ്രൈഡ് മിൽക്ക് കഴിക്കാൻ. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് മാത്രമേ ഇത് ഫ്രൈ ചെയ്തെടുക്കാം, എങ്കിലേ ആ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എനിക്ക് കൂടുതൽ നല്ലതെന്ന് തോന്നിയത് മൈദയിൽ കോട്ട് ചെയ്തിട്ട് എഗ്ഗിൽ ഡിപ്പ് ചെയ്യുന്നതാണ്. അതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്യാം. ഇത് പുറമേ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ക്രിസ്പി ഉണ്ടെങ്കിലും ഉൾവശം നല്ല സോഫ്റ്റ് ആയിരിക്കും.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.